ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നെക്സ്റ്റ് 7 days നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, തീവ്രമായി ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒന്ന് സാധ്യമാകുമോ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യം അത് നിങ്ങളിലേക്ക് വന്നു ചേരുമോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോയാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. പെട്ടെന്ന് തന്നെ നമുക്ക് സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് ഈ ഒരു ആഴ്ചക്കകം 7 daysനകം എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്, സംഭവിക്കാൻ പോകുന്നത്, നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്ത് കാര്യത്തിനാണ് നിങ്ങളിവിടെ നോക്കിയിരിക്കുന്നത്, തീവ്രമായി ആഗ്രഹിക്കുന്നത് എന്ത് കാര്യത്തിനാണ് എന്ന് നമുക്ക് നോക്കാം. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 2 of water ആണ്. നമുക്ക് നോക്കാം. Eight of water. ഫസ്റ്റ് തന്നെ 8 of earth ആണ് വന്നിരിക്കുന്നത്. 8 of water, 7 of earth, the hermit, 8 of water, page of fire. ഇത്രയും കാർഡ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത്, ഫസ്റ്റ് വന്നിരിക്കുന്നത് 8 of earth ആണ്. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. 2 of cupsന്റെ എനർജിയാണ്. അതായത് നിങ്ങളിവിടെ പാർട്ട്ണർഷിപ്പ് ചേർന്ന് എന്തോ കാര്യത്തിലേക്ക് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് ചേർന്ന് തുടക്കം കുറിക്കുന്നത് എന്തെങ്കിലും നല്ലൊരു ജോലിയിലേക്കാവാം, ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലേക്കാവാം. ഇനി അതുമല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പാർട്ട്ണർഷിപ്പ് ചേരുക, ഏതെങ്കിലും വ്യക്തികളുമായിട്ട് കൂടിച്ചേരുക, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നിരിക്കുന്നവർ വീണ്ടും നിങ്ങളിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്നേഹബന്ധത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഇത് നിങ്ങൾ ചിലപ്പോൾ കൂടുതൽ ആഗ്രഹിച്ചിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി വന്നു ചേരാൻ വേണ്ടി നിങ്ങൾ തീവ്രമായി ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ഒക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കണം. മനസ്സിലായി? അങ്ങനെ പുതിയൊരു പാർട്ട്ണർഷിപ്പ് ചേർന്ന് പുതിയൊരു കമ്മിറ്റ്മെന്റിലേക്ക് നീങ്ങുന്നതാവാം. മനസ്സിലായി? അങ്ങനെ ഒരു റീകൺസിലേഷന് വേണ്ടി നിങ്ങൾ കാത്തിരുന്നു, അത് നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആദ്യം തന്നെ നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം സാധ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പൊ ഇതിനായിട്ട് നിങ്ങൾ ഒരുപാട് തീവ്രമായി പരിശ്രമിച്ചിരുന്നു, അതാണ് കാണുന്നത്. അപ്പൊ ഇവിടെയോ കണ്ടില്ലേ, ഏസ് ഓഫ് എർത്ത് ആണ് വന്നിരിക്കുന്നത്. തൊട്ട് ബാക്കിൽ ഏസ് ഓഫ് എർത്ത്, അതായത് സാമ്പത്തികപരമായ സ്രോതസ്സുകൾ, അതായത് നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കാം, പുതിയ ജോലി, സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള ഓപ്പർച്യൂണിറ്റി, അവസരം വരുന്നു. നിങ്ങൾ ഇതിനു വേണ്ടി പുതിയൊരു ജോലിക്ക് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും നിങ്ങൾ അതിതീവ്രമായിട്ട് ഇതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടാവാം. വളരെയധികം സന്തോഷത്തോടുകൂടി വളരെ വലിയ മാറ്റമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിങ്ങളുടെ അതിനായിട്ടുള്ള അവസരം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പല മാർഗങ്ങളും നിങ്ങളിലേക്ക് തുറന്നു വരുന്നുണ്ട്, പല സ്രോതസ്സുകൾ വഴി നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അതിതീവ്രമായിട്ട് നിങ്ങൾ ഇത് ആഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു എനർജിയാണ് ഇത്. ഒന്നുകിൽ പുതിയൊരു തുടക്കം, എന്തിൻ്റെയാണ്, സാമ്പത്തികത്തിന്റെ ഒരു പുതിയ തുടക്കം, അല്ലെങ്കിൽ ഒരു പുതിയ ജോലിക്കുള്ള തുടക്കമാണിത്. ഒരു പുതിയ ജോലിയിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുന്ന പുതിയൊരു ജോലി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല വിധത്തിലും അല്ലെങ്കിൽ പല തവണ നിങ്ങൾക്ക് ഇത് വന്നിട്ട് കിട്ടാതെ പോയതാവാം. നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ട് പല തവണ അല്ലെങ്കിൽ ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്കിത് ലഭിക്കാതെ പോയതാവാം. ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് അത് വന്നു ചേരുന്നു. ഇപ്പോഴാണ് നിങ്ങൾക്കത് ലഭിക്കാനുള്ള സമയമായത് എന്നാണ് ഇവിടെ കാണുന്നത്. അബണ്ടൻസിലേക്ക് കൊണ്ടുപോവുകയാണ് നിങ്ങളെ.
അപ്പോൾ സമ്പത്തിൻ്റെതായ ഒരു അബണ്ടൻസ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്ന ഒരു സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു സമൃദ്ധി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് പരിവർത്തനം കൊണ്ടുതരുന്നതാണ്. ജീവിതത്തിൽ തന്നെ ഒരുപാട് പരിവർത്തനങ്ങളിലേക്ക് നിങ്ങളെ നീക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സ് വല്ലാതെ വിഷമിച്ചിരുന്ന ഒരു സമയത്താവണം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടായിരിക്കണം ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് വരുന്നത്. എന്തെങ്കിലുമൊക്കെ നിങ്ങളിലേക്ക് ഏതെങ്കിലും വഴിയിലൂടെ സാമ്പത്തികം വന്നു ചേരുന്ന എനർജി നിങ്ങൾ നേരത്തെ പരിശ്രമിച്ചിട്ടുണ്ടാവണം, അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ അതുപോലെ പാർട്ട്ണർഷിപ്പ് ചേർന്ന് നല്ലൊരു ലൈഫിലേക്ക് മുന്നോട്ട് പോകുന്നു. വരില്ല എന്ന്, ഇനി ഒരിക്കലും വരില്ല എന്ന് വിചാരിച്ചിരുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നുണ്ടാവണം. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതും വളരെയധികം നിങ്ങൾക്ക് സന്തോഷം തരുന്ന എനർജി തന്നെയാണ്. ഇവിടെ 8 ഓഫ് എർത്ത് ഉത്സാഹപൂർവ്വം പല വിധത്തിലും പഠിച്ചിട്ട് ഒരു ജോലിയിലേക്ക് നീങ്ങുകയാണ്. അതാണ് ഇവിടെ നൈറ്റിലായാലും ഡേയിലായാലും നിങ്ങൾ വർക്ക് ചെയ്തു കൊള്ളാമെന്നുള്ള ഒരു എഗ്രിമെന്റോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇവിടെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ അത്യാവശ്യമാണ് സാമ്പത്തികം. ഇവിടെ എഡ്യൂക്കേഷന് വേണ്ടി ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. പുതിയൊരു കോഴ്സിലേക്ക് പഠിക്കാനാവാം, അല്ലെങ്കിൽ പുതിയൊരു കോഴ്സ് പഠിച്ചുകൊണ്ട് തന്നെ അവിടെ ജോലിയും ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് പോകാൻ നിങ്ങൾ ഇപ്പോൾ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ കുറേ ആഗ്രഹിച്ചിട്ടുണ്ടാവണം ഇങ്ങനെ ഒരു ചാൻസിന് വേണ്ടി. ഇതാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്നത്. ഏറ്റവും നന്നായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്നത് സാമ്പത്തികത്തിന് വേണ്ടി, പുതിയൊരു ജോലിക്ക് വേണ്ടിയും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികൾ വന്നു ചേരാൻ വേണ്ടിയുമാണ്. ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നൈറ്റ് ഓഫ് വാട്ടർ ആണ്, അതായത് നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി. ഇവിടെ റൊമാൻറ്റിക് ആയിട്ട് കണ്ടില്ലേ, ഇത് നിങ്ങൾക്ക് നേരത്തെ തന്നെ ഇവിടെ വന്നതാണ്. റൊമാൻറ്റിക് ആയ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. വളരെയധികം റൊമാൻറ്റിക് ആയിട്ട്, വളരെയധികം സിൻസിയറായ ഒരു വ്യക്തി, അതായത് ദൈവികത നിറഞ്ഞ ഒരു ദൈവിക സ്നേഹമുള്ള ഒരു വ്യക്തി, ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. അത് നിങ്ങളിവിടെ ആഗ്രഹിച്ചതായിരിക്കും. ചിലർക്ക് പുതിയ വിവാഹമാകാം, മനസ്സിലായി. ഒത്തിരി ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ചില വ്യക്തികൾ ഉണ്ടാവും നിങ്ങളോട്. അത്തരത്തിലുള്ള വ്യക്തികൾ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ട് വീണ്ടും നിങ്ങളോട് വന്നു ചേരാം. നിങ്ങൾക്ക് എവിടെ നിന്നായാലും, ലോങ് ഡിസ്റ്റൻസ് ആയാലും, നിങ്ങൾക്ക് അടുത്തുള്ളതായാലും, എങ്ങനെയായാലും ഈ ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടാവണം. എത്രമാത്രം നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ടോ അത്രയും നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ അടുത്തു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ ഇപ്പോൾ വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി, പെന്റക്കിൾ, എർത്ത് സൈൻ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. 7 ഓഫ് എർത്തിന്റെ ആണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ എവിടെയോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവണം. എവിടെയോ നിങ്ങൾ സാമ്പത്തികം കുറച്ചുകൂടി കൂടുതൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതിന് നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നുമുണ്ട്. എന്തെങ്കിലും ഒന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ക്ഷമയോടുകൂടി കാത്തിരിക്കാതെ നിർവാഹമില്ല. പലപ്പോഴും പല കാര്യങ്ങളും സാമ്പത്തികമൊക്കെ നിങ്ങളിലേക്ക് അടുത്ത് തന്നെ വന്നിരുന്നു. പക്ഷെ അതെല്ലാം ആ ഭാഗ്യം നിങ്ങളിൽ നിന്നും തട്ടിത്തെറിച്ച് പോയതാണ്. അപ്പോഴൊക്കെ നിങ്ങൾ വിചാരിച്ചു എനിക്ക് ഭാഗ്യമില്ലാത്ത ഒരു വ്യക്തിയാണെന്ന്. വീണ്ടും നിങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും കടം വാങ്ങിച്ചിരിക്കുന്നത് തിരിച്ചു തരില്ല എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ ആ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് ഇവിടെ സഫലമാകുന്നുണ്ട്. വരും എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയിലേക്ക് ഇനി നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. കാരണം നിങ്ങൾ അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. മനസ്സിലായി. തീവ്രമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണ് നമ്മൾ എല്ലായ്പ്പോഴും തീവ്രമായി നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്, അതാണ് നിങ്ങൾ നിരന്തരം ചിന്തിക്കുന്ന ആ ഒരു കാര്യം സാധ്യമാകും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഇവിടെ അതാണ്, നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഹെർമിറ്റ് ആണ്. ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്വന്തം ഉൾവെളിച്ചത്തിലൂടെ, മനസ്സിലായോ, ഒരു ഉൾവെളിച്ചത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. പല കാര്യങ്ങളും മനസ്സിലാക്കാൻ നിങ്ങളുടെ ഉൾവെളിച്ചമുണ്ട് നിങ്ങൾക്ക്. അതായത് ഇൻഡ്യൂഷൻ ഉണ്ട് നിങ്ങൾക്ക്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിനായിട്ട് പ്രേ ചെയ്തിട്ടുണ്ടാവണം, നിങ്ങൾ അതിലേക്ക് പരിശ്രമിച്ചിട്ടുണ്ടാവണം. എനിക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണം. അതായത് മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടാവണം, യോഗ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ. കൃത്യനിഷ്ഠയോടുകൂടി പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്തു പോകുന്ന ആൾക്കാരായിരിക്കണം. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളെ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാനുള്ള ഒരു കഴിവുണ്ടാവണം.
ഈ ഒരു കഴിവ് നിങ്ങൾക്ക് വീണ്ടും എന്താണ് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെ മറ്റുള്ളവർ ഗുരുവായി കാണുന്ന ഒരു ഗുരുവിന്റെ സ്ഥാനത്ത് നിങ്ങളെ കാണുന്ന എനർജിയാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ കഴിവുണ്ടാകും. നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പണ്ടേ സ്വപ്നം കണ്ടിരുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമായി വരുന്ന എനർജിയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങളെന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അതുകൊണ്ട് തന്നെ ആ ഒരു എനർജിയിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ പല കാര്യങ്ങളും ഉപേക്ഷിക്കും. ഈ ഒരു എനർജി നിലനിർത്താൻ വേണ്ടി ഒരു ഹെർമിറ്റിന്റെ എനർജി നിലനിർത്താൻ വേണ്ടി ഒരു സന്യാസിയുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ഭൗതികപരമായ കാര്യങ്ങൾ, ഒരുപാട് അനാവശ്യകരമായ ബന്ധങ്ങളിൽ നിന്ന്. അല്ലാതെ ജീവിതമേ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, ഭൗതിക ജീവിതം ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, അനാവശ്യകരമായ ബന്ധങ്ങളിൽ നിന്ന് ഒന്ന് വേറിട്ട് നിൽക്കുന്നു. ഇവിടെ അത് തന്നെയാണ് 8 ഓഫ് കപ്സിന്റെ എനർജി. കണ്ടില്ലേ ഇവിടെ? എന്നിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആവശ്യമില്ലാത്തതിനെല്ലാം നിങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചു. എന്നിട്ട് മുന്നോട്ട് നിങ്ങൾ തിരയുന്ന കാര്യമുണ്ട്, ഒരു കാര്യം നിങ്ങളിവിടെ തിരയുന്നുണ്ട്, അതിലേക്ക് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്താണ് തിരയുന്നത്? ഉള്ളിലെ സത്യത്തെ അറിയാനുള്ള തെരച്ചിലാണ്. ആ സത്യം എന്താണ്? അത് പ്രപഞ്ചമെന്ന സത്യമാണ്. അതിനെ തിരയാൻ വേണ്ടി നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ നിങ്ങൾ അതിനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ അതിനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നു. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ദൈവികമായ അനുഗ്രഹം ലഭിക്കും. അതാണ് നമുക്ക് ആഗ്രഹങ്ങൾ സഫലമാകും. അവിടെ നിന്നാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലൊരു വളർച്ച വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒരു അഭിവൃദ്ധി വരുന്നത്. അല്ലാതെ വെറുതെ എല്ലാ കാര്യങ്ങളും കൂടെ നെഗറ്റീവായ ഒരുപാട് കാര്യങ്ങളെ മനസ്സിൽ പേറി നടന്ന് അനാവശ്യമായി സമയം കളയുന്ന, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അഭിവൃദ്ധി വരില്ല ജീവിതത്തിൽ. മനസ്സിലായി? സമയത്തിന് വിലയുണ്ടെന്ന് കരുതുക. ആ സമയത്തെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താനുള്ള ഒരു മനസ്സുണ്ടാവണം, ബുദ്ധി ഉണ്ടാവണം. അങ്ങനെ അനാവശ്യമായ കാര്യങ്ങളെ ഒഴിവാക്കാൻ അപ്പോൾ മാത്രമാണ് സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്കിവിടെ ദൈവാനുഗ്രഹം ലഭിക്കുന്നതും ജീവിതത്തിൽ ആഗ്രഹിച്ച രീതിയിൽ അപ്രതീക്ഷിതമായിട്ടും അവിചാരിതമായിട്ടും പല ഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരുന്നത്. തീവ്രമായി ആഗ്രഹിച്ചിരുന്ന, മുൻപെങ്ങോ തീവ്രമായി ആഗ്രഹിച്ചിരുന്ന കാര്യമായിരിക്കാം, അത് ഇപ്പോഴാണ് വന്നു ചേരാൻ പോകുന്നത്. അതിനുള്ള സമയം ഇവിടെ ആയിട്ടുണ്ട്. മുന്നോട്ട് പോവുകയാണ്. ആഗ്രഹ സഫലീകരണം ഇവിടെ വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതിവിടെ നിങ്ങൾക്ക് സാധ്യമാകുന്ന എന്ത് കാര്യത്തിലാണ്. പേജ് ഓഫ് ഫയർ ആണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ക്രിയേറ്റീവ് എനർജിയാണ്. ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫയർ വാൺസിന്റെ എനർജിയാണ്. അപ്പോ വാൺസ് ഫയർ സൈൻ ആണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജിയാണ് വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു എനർജിയിൽ എന്തോ നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടാവണം. അതിനായിട്ട് അതിൻ്റെതായ ഒരു പ്രോഗ്രസിന് വേണ്ടി എല്ലായ്പ്പോഴും ഇങ്ങനെ തെരച്ചിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അത് എന്ത് കാര്യമാണ്? ഇവിടെ ഒരു ക്രിയേറ്റീവ് എനർജി തന്നെയാണ്. അത് എന്താണ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത്? നിങ്ങൾക്ക് മുൻപേ ജനുവിനായിട്ട് കിട്ടിയ ഒരു എനർജി ഉണ്ട് ഇവിടെ. അങ്ങനെ ഒരു ഗുണമുണ്ട്, നിങ്ങൾക്ക് ഒരു കഴിവുണ്ട്. ആ ഒരു കഴിവാണ് നിങ്ങൾ ഇപ്പോൾ പ്രയോജനപ്പെടുത്തുന്നത്. അതിലൂടെ മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. എല്ലാ ദിവസവും അതിനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ പ്രോഗ്രസിന് വേണ്ടി ചിലപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടാവാം, ചിലപ്പോൾ നിങ്ങളൊരു ടാരോ റീഡർ ആവാം. അതിലൊക്കെ എന്ത് അഭിവൃദ്ധിയാണ് വരുന്നതെന്ന് എല്ലാ ദിവസവും എല്ലായ്പ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുമല്ല, ഇനി ഓൺലൈൻ വഴി എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവാം, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും ചില ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടാവണം. അതിൻ്റെതായ അഭിവൃദ്ധിക്ക് വേണ്ടി എല്ലായ്പ്പോഴും ഇങ്ങനെ അന്വേഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് അനുഗ്രഹം വരുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത് സക്സസ്സിലേക്ക് നീങ്ങുന്നു എന്നുള്ളതുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അല്ല എങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഭാഗ്യസമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള കാര്യങ്ങൾ വന്നു ചേരുന്നു എന്നാണ് കാണുന്നത്. നമുക്ക് എന്താണ് കുറച്ചുകൂടി നോക്കാം. നമുക്ക് ഹയർ സെൽഫിൽ നിന്നുള്ള ബ്ലെസ്സിങ് എന്താണ്, മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആഗ്രഹിച്ചത് ലഭിക്കാറായോ എന്താണെന്ന് നമുക്ക് നോക്കാം. കണ്ടില്ലേ? നിങ്ങൾക്ക് ഇതാണ് ഇവിടെ വരാൻ പോകുന്നത്. അതോറിറ്റിയാണ്. അതോറിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്ക്
ഇതുവരെ നിങ്ങൾ വിചാരിച്ച സ്റ്റെബിലിറ്റിയാണ്, സാമ്പത്തിക സ്റ്റെബിലിറ്റിയാണ്. നമ്മൾ ആദ്യം തന്നെ കണ്ടു നിങ്ങൾക്കൊരു സാമ്പത്തിക സ്റ്റെബിലിറ്റി വരുന്നതായിട്ട്, നല്ലൊരു ജോബ് ലഭിക്കുന്നതായിട്ടൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ സാമ്പത്തികത്തിൽ ഒരു പുരോഗതി വരുന്നതായിട്ട് നമ്മൾ ഇവിടെ കണ്ടു. ഇതിലൂടെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് സ്റ്റെബിലിറ്റിയാണ്. നമ്പർ 4 ആണ് വന്നിരിക്കുന്നത്. അതുവഴി നിങ്ങളുടെ ഓറയൊക്കെ ഇവിടെ ക്ലിയർ ആകുന്നു. ഇവിടെ ഹെർമിറ്റിന്റെ എനർജി ഉണ്ട്, കണ്ടില്ലേ? ഇവിടെ അതുപോലെ തന്നെ ആത്മീയപരമായ ഒരു വഴിയിലൂടെ പോകുന്നു, മുന്നോട്ട് പോകുന്നു, ആത്മീയതയിലേക്ക് പോകുന്ന എനർജി ഇവിടെ ഉണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഓറയൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആകുന്നത്. അവിടെയാണ് നിങ്ങൾക്കൊരു അധികാര പദവി ലഭിക്കുന്നത്. മറ്റുള്ളവരൊരു അധികാരിയായി നിങ്ങളെ കാണുന്നത് എപ്പോഴാണ്? നിങ്ങളുടെ നല്ല പ്രവർത്തികൾ കൊണ്ടാണ്. നിങ്ങളുടെ വാക്കിനും പ്രവർത്തിക്കും വിലയുണ്ടാകുമ്പോഴാണ്. മറ്റുള്ളവരോട് നല്ല കാര്യങ്ങൾ സംസാരിക്കാനും അവരെ നല്ല വഴിയിലേക്ക് നയിക്കാനും നിങ്ങൾക്കൊരു കഴിവുണ്ടോ? അല്ലെങ്കിൽ നന്മ ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അതൊക്കെ മറ്റുള്ളവർ നിങ്ങളെ വിലയിരുത്തുന്നതാണ്, നിങ്ങൾക്കൊരു വാല്യൂ തരുന്നതാണ്. ഒരു അധികാര പദവി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത്രമാത്രം നല്ലൊരു സക്സസിലേക്കാണ് നിങ്ങൾ ഇവിടെ വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. നമ്പർ 4 ആണ് സ്റ്റെബിലിറ്റി. എല്ലാ കാര്യത്തിനും ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നു, ജീവിതത്തിന് തന്നെ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? ബാലൻസ് 11 ആണ് നമ്പർ വന്നിരിക്കുന്നത്. ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ധാരാളമായി നിങ്ങൾക്ക് വരുന്നു. അപ്പൊ ഈ ഒരു എനർജിയിൽ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കുന്നു പല കാര്യങ്ങളും. ഇവിടെയും കണ്ടില്ലേ? ഇവിടെ അനുഗ്രഹമാണോ? നിങ്ങൾക്ക് നല്ല അനുഗ്രഹം വരുന്ന സമയമാണ് ഈ ഒരു 7 days എന്ന് പറയുന്നത്. നിങ്ങളിത് അപ്രതീക്ഷിതമായിട്ടും അവിചാരിതമായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത് സാധ്യമാവുകയാണ് ഇവിടെ ചെയ്യുന്നത്. അല്ല, ഏതൊരു കാര്യത്തിനും നിങ്ങൾക്കിപ്പോൾ ജോലി ലഭിക്കാനാണ്, അല്ലെങ്കിൽ പ്രണയസംബന്ധമായ കാര്യങ്ങളിൽ അത് സക്സസിലൂടെ മുന്നോട്ട് പോകാനാണ്, അതുപോലെ പഠിക്കുന്ന കാര്യമാണോ, അതുപോലെ സാമ്പത്തിക കാര്യങ്ങളാണോ, ബുദ്ധിയുടെ കാര്യമാണോ, ഇവിടെ ചിന്തിച്ചിരുന്നു. ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടല്ലോ പല കാര്യങ്ങളും, ഇവിടെ നിങ്ങൾക്ക് നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ് ബാലൻസ് ചെയ്ത, ഇത് ഏറ്റവും നല്ല ഒരു എനർജിയാണ്. നമുക്കിപ്പോ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബാലൻസ് ചെയ്ത് പോകാൻ പറ്റിയാൽ അത് തന്നെയാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം. ഒരുപാട് സാമ്പത്തികമുണ്ട്, ഒരുപാട് സ്നേഹം കിട്ടാൻ ഒക്കെ ആൾക്കാരുണ്ട്. പക്ഷെ അതിനെ ഒന്ന് നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടേ എങ്കിൽ ആ ഒരു ഭാഗ്യം വരുന്നു എങ്കിൽ തീർച്ചയായിട്ടും വരുമാനം അനുസരിച്ച് നമുക്ക് ചെലവ് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ അത് തന്നെ ഒരു വിജയമാണ്. അവിടെ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല. സ്നേഹത്തെ അതുപോലെ തന്നെ അങ്ങനെ തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും ഏറ്റവും നല്ല ഭാഗ്യ സമയമാണ് നിങ്ങൾക്കെന്നാണ് ഇവിടെ കാണുന്നത്. അതും ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. ഇവിടെ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സമയത്ത് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നു. ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ 11 എന്നുള്ള നമ്പർ നിങ്ങൾ കാണുന്നവരായിരിക്കണം, 10 കാണുന്നവരായിരിക്കണം, 10 എന്നുള്ള നമ്പർ കാണുന്നവരും ആയിരിക്കണം. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ നല്ല ഒരു തുടക്കത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരു കാർഡ് ബോർഡ് എടുക്കാവേ. ഇവിടെ നമ്പർ 3 ആണ് വന്നിരിക്കുന്നത്. ദൈവാനുഗ്രഹം കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ്. സോളാർ പ്ലക്സസ് ചക്ര അഥവാ മണിപൂരക ചക്ര, റൂട്ട് ചക്രയിൽ ഒരു ചക്ര മുതൽ 3ാമത് വരുന്നത്. റൂട്ട് ചക്ര, സൈക്രൽ ചക്ര, 7 ചക്രാസിൽ 3ാമത് വരുന്നത്. സൈക്രൽ ചക്ര കഴിഞ്ഞിട്ട് സോളാർ പ്ലക്സസ്, മഞ്ഞ കളറിലെ ചക്ര. ഇത് എന്താണ് കൊണ്ടുതരുന്നത്? നിങ്ങൾക്ക് പ്രോസ്പെറിറ്റി ആൻഡ് അബണ്ടൻസ് ആണ് കൊണ്ടുതരുന്നത്. മനസ്സിലായി? അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ജോലി ലഭിക്കാൻ പോകുന്നു, സാമ്പത്തികം വരാൻ പോകുന്നു, പ്രോസ്പെറിറ്റി, അബണ്ടൻസ് ഒക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ അവിചാരിതമായിട്ടും അപ്രതീക്ഷിതമായിട്ടും ഇതിനൊക്കെയുള്ള വഴികൾ നിങ്ങളിലേക്ക് തുറക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു സാധ്യത നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇവിടെ നമുക്കതാണ്, ഈ ഒരു എനർജിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ബോട്ടം വന്നിരിക്കുന്നത് പ്രോസ്പെറിറ്റി ബിഗിൻസ് എന്നുള്ളതാണ്. കണ്ടോ? രണ്ടുപേരും കൈകൾ കൂട്ടിച്ചേർത്ത് ചിലപ്പോൾ ഒരു പുതിയ ലൈഫിലേക്ക് പോവുകയാവാം, പുതിയൊരു വീട്ടിലേക്കുള്ള പ്രവേശനമാകാം, പുതിയൊരു ജീവിതം തുടങ്ങുന്നതിന്റെ ആവാം. ഇവിടെ എന്തായാലും ഇവിടെ നമ്പർ 1 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 111 വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇവിടെ 11 ആണ്, ഇവിടെ 111. അപ്പോൾ ഈ ഒരു അനുഗ്രഹം എന്ന് പറയാൻ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ 111 കാണാം, നിങ്ങൾ 11 കാണാം, അല്ലെങ്കിൽ 11 മാത്രമായിട്ടും പാറ്റേൺസ് ആയിട്ട് ഇങ്ങനെ സംഖ്യകൾ കണ്ടുകൊണ്ടേയിരിക്കുന്ന എനർജി നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ് ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ സോളാർ പ്ലക്സസ് ചക്ര എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് സമൃദ്ധി തരുന്നതാണ്, പ്രോസ്പെറിറ്റി തരുന്നതാണ്.
അതാണ് ഇവിടെ വീണ്ടും വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രമാത്രം നല്ലൊരു പരിവർത്തനത്തിലേക്ക്, ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നിങ്ങൾ പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുന്നതാണ്. നിങ്ങൾ നോക്കിയിരുന്ന് കാത്തിരുന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന എനർജിയാണ് ഇതെന്നാണ് ഇവിടെ കാണുന്നത്. നമുക്ക് അമാവാസി എനർജി അല്ലേ, നമുക്ക് മൂൺ കാർഡ് ഒന്ന് നോക്കാം. മൂണിന്റെ എനർജി എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കാർഡ് കൂടെ എടുക്കാവേ. ഓട്ടം വന്നിരിക്കുന്നത് യു ആർ ഗുഡ് ഇനഫ്. കണ്ടില്ല നിങ്ങൾ, ഫുൾ മൂണിൻ വെർഗോയാണ്, കന്നിമാസമാണ്. അപ്പോൾ ഇത് ഫുൾ മൂണിന്റെ എനർജിയാണ്. നിങ്ങളിവിടെ മതിയായ ഒരു പൂർണ്ണചന്ദ്രൻ തന്നെയാണ്. നമ്മുടെ അമാവാസിയിൽ നിന്ന് തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്കാവും ഫുൾ മൂൺ ആവും അല്ലേ. അപ്പോഴേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ, അതായത് ഒരു 7 days, ഒരു 1 week എന്നൊക്കെ പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഇതിനിടയിലായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഇവിടെ സാധിക്കും. അതാണ് കാണുന്നത്. നിങ്ങൾ മതിയായ ഒരു പൂർണ്ണചന്ദ്രനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ ഭാഗ്യം ഇവിടെ ഉദിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കൊള്ളൂ. നിങ്ങളുടെ ഈ ആഗ്രഹം ഈ ഇത്ര ദിവസങ്ങൾക്കകം സാധ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എല്ലാത്തിനും നിങ്ങൾ മതിയാകും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ടൈം ടു ഗിവ് റാദർ ദാൻ ടേക്ക്. കണ്ടില്ലേ, അതിനകത്ത് കുറച്ച് സമയം എടുക്കുക. ന്യൂ മൂൺ വെർഗോയാണ്. കണ്ടില്ലേ, ഇവിടെ അമാവാസിയിൽ തുടങ്ങി നിങ്ങളുടെ ആഗ്രഹം ഇവിടെ സാധിക്കും. കുറച്ച് ദിവസങ്ങൾക്കകം നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അത് നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് നോക്കാം. ഇവിടെ കോൺഫിഡൻസ് ഈസ് യുവർ കീ ടു സക്സസ്. കണ്ടില്ലേ, കോൺഫിഡൻസ് വേണം. മനസ്സിലായി? നിങ്ങൾക്കിപ്പം നിങ്ങളുടെ മനസ്സിലൊരു പേടി ഉണ്ടെന്ന് പറഞ്ഞു. പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ഇല്യൂഷൻ മാത്രമാണ്. അത് നിങ്ങൾ അതിനെ വളരാൻ അനുവദിക്കരുത്. കുറച്ചുകൂടി അതിനെ വർദ്ധിച്ചു കൊണ്ടുവരാൻ ഒരിക്കലും അനുവദിക്കരുത്. മനസ്സിലായി? ഫിയർലെസ് ആവൂ. ഫിയർലെസ്, പേടിയില്ലാത്തവൻ, ധൈര്യത്തോടുകൂടി മുന്നോട്ട് വരാനാണ് ശ്രമിക്കേണ്ടത്. ആ പേടി, നിങ്ങൾക്ക് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ കഴിയില്ല പേടി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ. മനസ്സിലായി? അതുകൊണ്ടാണ് പറയുന്നത് പേടിയില്ലാതെ മുന്നോട്ട് വരൂ എന്ന്. ഇവിടെ അങ്ങനെ കോൺഫിഡൻസ് ആണ് നിങ്ങളുടെ കീ ടു സക്സസ്. നിങ്ങളുടെ വിജയത്തിന്റെ സക്സസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ ഒരു സക്സസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കോൺഫിഡൻസ് ആണ്. നിങ്ങളുടെ വിജയത്തിന്റെ കീ എന്ന് പറയുന്നത്, താക്കോൽ എന്ന് പറയുന്നത് എന്താണ്? കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് ഇല്ലാതെ ഒന്നും സാധിക്കില്ല. ഒരു എക്സാമിനേഷൻ എഴുതാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ ജോലിയിലേക്ക് പോകുന്നു, മനസ്സ് നിറച്ച് പേടിയാണോ, എന്നെ കൊണ്ട് അത് പറ്റില്ല, എനിക്കത് ലഭിക്കില്ല, ഇങ്ങനെയൊക്കെ വിചാരിച്ചു. അല്ലെങ്കിൽ എന്നേക്കാൾ ഒരുപാട് പേരുണ്ട് അവിടെ, ആരുമായിക്കോട്ടെ. 30 ഒരു ടെസ്റ്റൊക്കെ എഴുതാൻ പോകുമ്പോൾ 30,000 പേരൊക്കെ ടെസ്റ്റ് എഴുതാൻ വരികയാണ്. നിങ്ങൾ വിചാരിക്കുകയാണോ, ഈ 30,000ത്തിന്റെ ഇടയിൽ എനിക്ക് എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? പക്ഷെ നിങ്ങൾ കോൺഫിഡൻസ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ, നിങ്ങൾക്കത് ലഭിക്കും, എനിക്കത് നേടാൻ സാധിക്കും എന്നുള്ള ആ കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടോ? തീർച്ചയായും കേപ്പബിൾ, ഐ ആം സക്സസ്, ഐ ആം അബണ്ടന്റ്, ഇതൊക്കെ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും പറയാവുന്നതാണ്. അങ്ങനെ ഒരു ധൈര്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സക്സസ് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് വരും എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ വളരെയധികം കോൺഫിഡൻ്റ് ആയി ഇരിക്കണം, എല്ലായ്പ്പോഴും പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് ഉണ്ടാവണം. മനസ്സിലായി? അതാണ് ഇവിടെ പറയുന്നത്. വർക്ക് ത്രൂ യുവർ ഫിയേഴ്സ്. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളുടെ പേടികൾക്കെതിരായിട്ട് വർക്ക് ചെയ്യൂ. നിങ്ങളുടെ ഉള്ളിലുള്ള പേടി, അമാവാസി വരുമ്പോഴൊക്കെ പലപ്പോഴും നമ്മുടെ എനർജി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് വേരിയേഷൻ സംഭവിക്കാവുന്നതാണ് പല കാര്യങ്ങളിലും അല്ലേ. ചിലപ്പോഴൊക്കെ ഇല അനങ്ങുന്നത് കാണുമ്പോൾ തന്നെ ഒരു പേടി, എന്തെങ്കിലും കയറൊക്കെ മുറ്റത്ത് കിടക്കുന്നത് കാണുമ്പോൾ അത് പാമ്പാണോ എന്നുള്ള വിചാരം, ഒരു പേടി, പെട്ടെന്ന് ആധി പിടിക്കുക, പെട്ടെന്നൊരു ആളിക്കത്തൽ ഉള്ളിൽ നിന്നും അല്ലേ, പെട്ടെന്ന് എന്തോ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ ഇതുണ്ടാവുന്നത്, പെട്ടെന്നൊരു ആധി പിടിക്കുക. അങ്ങനെയൊന്നും പാടില്ല. നിങ്ങൾ വളരെയധികം ധൈര്യത്തോടു കൂടി ഇരിക്കുക, ബോൾഡ് ആവാൻ ശ്രമിക്കൂ ജീവിതത്തിൽ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ ഈ അമാവാസി എനർജി എന്ന് പറയുമ്പോൾ വൃശ്ചിക രാശിക്കാർക്കൊക്കെ എപ്പോഴും ഉള്ളതാണ് പേടിയൊക്കെ. ആരെങ്കിലും എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ അതിനെക്കുറിച്ച് ഓർത്തിങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കും. വിശാഖ, അനിഴം, തൃക്കേട്ട നാളുകാരൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്, കോൺഫിഡൻസ് കുറയുന്ന ഒരു എനർജിയാണത്. മനസ്സിലായി? അതുകൊണ്ട് അങ്ങനെ പാടില്ല. നിങ്ങൾക്ക് പേടിക്കെതിരായിട്ട് നിങ്ങൾ പ്രവർത്തിക്കൂ എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ബോൾഡായിട്ട് മുന്നോട്ട് വരാൻ ശ്രമിക്കൂ എന്നാണ് പറയുന്നത് ഇവിടെ.
ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ബാലൻസ് സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി. സ്പിരിച്വാലിറ്റിയിലും പ്രാക്ടിക്കാലിറ്റിയിലും ബാലൻസ് കൊണ്ടുവരൂ. നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ അങ്ങനെ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ മാത്രം ഒരുപാട് നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, അങ്ങനെ ആ ഒരു അധ്വാനത്തിലൂടെ മാത്രം ഇത് കിട്ടുമെന്നങ്ങ് വിചാരിക്കാൻ പാടില്ല. ഒരുപാട് പ്രയത്നിക്കണം. പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കണമെങ്കിൽ എന്താണ്, ഒരു ജോലി കിട്ടണമെങ്കിൽ ഒരുപാട് പ്രയത്നിക്കണം അല്ലേ? പക്ഷെ ഈ പ്രയത്നത്തിന്റെ കൂടെ ദൈവാധീനം കൂടി ഉണ്ടെങ്കിൽ, ദൈവാനുഗ്രഹം കൂടി നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ, ദൈവികമായ ചില എനർജീസ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, അല്ല എങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക, കൂടുതലായിട്ട് മന്ത്രങ്ങൾ, ജപങ്ങൾ, ഇതൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് കൊണ്ടുവരും. എത്രയും പെട്ടെന്ന് നിങ്ങൾക്കത് സാധ്യമാകും. അതുകൊണ്ടാണ് ഇവിടെ ബാലൻസ് ചെയ്യൂ എന്ന് പറഞ്ഞ്, സ്പിരിച്വാലിറ്റിയും പ്രാക്ടിക്കാലിറ്റിയും ബാലൻസ് ചെയ്ത് കൊണ്ടുവരൂ. അവിടെയാണ് നമുക്ക് സക്സസ് ഇരിക്കുന്നത്. അവിടെ നമുക്ക് നല്ലൊരു വിജയം നേടാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഫുൾ മൂണിൻ PSS ആണ്, പൈസസ്, മീനമാസത്തെ കാര്യമാണ്, മീനമാസത്തിലുള്ള ആൾക്കാർക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.